വൈകുന്നേരം ഒരു ഈവനിങ് വാക്ക്. നമുക്കൊന്ന് നടന്നാലോ? നമ്മുടെ നാട്ടിലൂടെ ഒരു യാത്ര, ഒരു ചെറിയ യാത്ര. ഹലോ, നടക്കാൻ പോണ റോഡ് കണ്ടാ? വൈകുന്നേരം ഒരു അരമണിക്കൂർ നടത്താം. ചേച്ചിമാർ നടന്നു പോണണ്ട. അരമണിക്കൂർ ചേച്ചിമാർ നടക്കും. എങ്ങനെയുണ്ട്? ഞങ്ങൾ ഒന്ന് ഫ്രീ ആയിട്ട് നടക്കണേ കേട്ടോ. ഞാനും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിക്കടെ. ചേച്ചിമാർ നടക്കുമ്പോൾ അതിൻ്റെ വഴിയൊക്കെ എന്ത് രസമാണ്, നല്ലതാണ് കാണാൻ. നടക്കുന്നത് നല്ല ഭംഗിയല്ലേ ഈ സ്ഥലം കാണാൻ. രണ്ട് സൈഡിൽ നിന്നും കണ്ട എന്ത് രസാണ്. മരങ്ങൾ വന്ന് കൂട്ടിമുട്ടി നിൽക്കണം കണ്ടാ. ചേച്ചിമാർ അരമണിക്കൂർ നടത്താം. കൊളസ്ട്രോള് ഷുഗർ എല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ അവർ നടക്കും. കണ്ട, ഈ വഴിക്കടിയാണ് എൻ്റെ യാത്ര. അരമണിക്കൂർ നേരം. അപ്പോൾ നമുക്കൊന്ന് നടന്നിട്ട് കാഴ്ചകളും കണ്ട് തിരിച്ചു വരാം. ഇത് ഫോറസ്റ്റ് ഏരിയയിലേക്ക് കയറുന്ന സ്ഥലമാണ്. കണ്ടോ, തേക്കും അങ്ങനെ കുറച്ച് ഫോറസ്റ്റ് ഏരിയയിലേക്ക് കയറുന്ന സ്ഥലമാണിത്. ഇവിടെ ഒരു പഞ്ചായത്തിൻ്റെ ഒരു കിണറൊക്കെ ഉണ്ട്. കണ്ടോ, ഇത് ഫോറസ്റ്റിലേക്ക് നമ്മൾ കയറണം. ഇവിടെ ആനകളൊക്കെ ഇറങ്ങണ വഴികളാണ്. ഇതൊക്കെ ആനയൊക്കെ നശിപ്പിച്ചിട്ടേക്കാം, മൊത്തത്തിൽ നശിപ്പിച്ചേക്കാം. കണ്ടോ, വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. 4 ആന വരും കേട്ടോ. വീഡിയോ ആണ്. വൈകുന്നേരം ഒരു ഈവനിങ് വാക്ക് കേട്ടോ. വഴിയിലൂടെ ഒരു ഈവനിങ് വാക്ക്. മര്യാദയ്ക്ക് നടക്കണമെന്നാ. ഇത് കണ്ട, ഈ കാട്ടിലുണ്ടാകണ പൂവിന് എന്ത് ഭംഗിയാന്ന് നോക്കി. കണ്ട ഈ സുന്ദരിപ്പൂവ് നല്ല രസമല്ലേ? ഞങ്ങൾ നടക്കാൻ പോകുമ്പോൾ ഈ പൂവും കായയും എല്ലാം കണ്ടിട്ടാട്ടോ നടക്കണേ. ഈ നടവഴിയിലൂടെ ഒരു യാത്ര നമുക്ക് കാണാം. പിന്നെ നമുക്ക് കണ്ട, ചേച്ചിമാരിവിടെ എത്തി. നടന്ന് കണ്ട, ഇവിടെ ഒരു തോടും കുളവും എല്ലാം, നാച്ചുറൽ കുളമൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ട, കുളം നോക്കി. ഇത് നാച്ചുറൽ കുളമാണ്. ഇതിൽ വേറെ ഇത് ഇവിടെ വർഷങ്ങളോളമായിട്ട് ഉണ്ടായിക്കൊണ്ട് കൃഷിയെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് കുളമുണ്ടായിക്കൊണ്ട് കുളം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അവരത് ഈ വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ടാണോ കൃഷിയെല്ലാം ചെയ്യണേ കേട്ടോ. കണ്ട, നാച്ചുറൽ കുളം കണ്ട. തോട് നോക്കി എന്ത് രസമാണ്, വെള്ളം ഒഴുകണണ്ട. കണ്ട, വെള്ളം ഒഴുകണണ്ട. തോട്ടിക്കട ഇങ്ങനെ എപ്പോഴും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും കേട്ടോ. ഇതേ അതുപോലെ റോഡ്. പിന്നെ ദേ റബ്ബർ തോട്ടം കണ്ട. ഈ റബ്ബർ തോട്ടത്തിൻ്റെ അവിടെ കണ്ട വെള്ളം ഒഴുകുന്നുണ്ട്. ഒരു ചെറിയ തോട് ഒഴുകുന്നുണ്ട്. ഇവിടെ എല്ലാ ആൾക്കാരും വന്ന് കുളിക്കുകയും അലക്കുകയും, വെള്ളം നന്നായി ഉണ്ടാകുമ്പോൾ എല്ലാവരും അലക്കുകയും കുളിക്കുകയും എല്ലാം ചെയ്യും കേട്ടോ. ഇനി നമ്മൾ നടന്നു പോകുന്ന വഴി കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ പാടം വരെ എത്തി ഗൈസ്. കണ്ട, പാടം കണ്ട. ആന വന്നത് കൊണ്ട് ഈ പാടത്തൊന്നും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. പാടം എല്ലാം ഇങ്ങനെ വെറുതെ ഇട്ടേക്കുക കേട്ടോ. കണ്ട, പാടം നോക്കി, കൃഷി ചെയ്യാൻ പറ്റാണ്ട് ഇതിട്ടിരിക്കുക ഞങ്ങളുടെ. കണ്ട, പാടം വെറുതെ പുല്ല് പിടിച്ചെടുക്കണേ. ഇവിടെ ഇഷ്ടംപോലെ കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. പാടെല്ലാം ഇങ്ങനെ കൃഷി ചെയ്യാൻ പറ്റാണ്ട് കിടക്കുവാണ്. നമുക്ക് പാടെല്ലാം വെറുതെ കിടക്കണത്.
ഇത് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു ചേട്ടനാണ്. ആ ചേട്ടൻ ഇവിടെ വൈകുന്നേരം വന്നിരുന്ന് സൊറ പറയുന്ന ചേട്ടന്മാരാണ് ഇവരൊക്കെ. കണ്ടോ? ഇനി നമുക്ക് ഈ ചേട്ടന്റെ ഒരു പാട്ട് കേൾക്കാം. പാട്ട് കേട്ടാ. എന്നെക്കാളും നിന്നെ കാണാൻ ചന്തം തോന്നും കുഞ്ഞു പെണ്ണെ, എന്നിട്ടെന്തേ ഇന്നുവരെ നിന്നെ കെട്ടാൻ വന്നില്ലാരും. എന്നെ കാണാൻ വരുന്നവർക്ക് പൊന്നും വേണം പണവും വേണം, കയ്യിലാണ് കാലുമില്ല കാലിലാണ് കമ്മലില്ല, കഴുത്തിലാണ് മാലയില്ല. അടിപൊളി. ഇനിയുണ്ടോ? ഇനി പാടുന്നുണ്ടോ ചേട്ടൻ? മതി. ഓക്കെ. ഇനി നമുക്ക് പിന്നെ മറന്നുപോയി. ചേട്ടൻ മറന്നുപോയി എന്നാണ് പറയണത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോവുമായിട്ട് ചേട്ടനെ പിന്നെ കാണിക്കുന്നതായിരിക്കും.